ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സർക്കാർ മധ്യസ്ഥത വഹിക്കും. ഇരുവിഭാഗങ്ങളുടെയും സഭാ നേതൃത്വവുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ധാരണയായാൽ ഒത്തുതീർപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഒരു നൂറ്റാണ്ടായുള്ള തർക്കത്തിനാണ് സർക്കാർ സമവായം തേടുന്നത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിന്റെ ഇടപെടൽ. ഫലം കാണാൻ സാധ്യതയുണ്ടോ? ധന്യ, ഇതൊരു ഫലം കാണാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വർഷങ്ങളായി തുടരുന്ന ഒരു സഭാ തർക്കം ഇരുവർക്കുമിടയിൽ, ഓർത്തഡോക്സിനും അതോടൊപ്പം തന്നെ യാക്കോബായ്ക്കുമിടയിൽ ഒരു സഭാ തർക്കം വർഷങ്ങളായി തുടരുന്നതാണ്. പലപ്പോഴും അത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോയിരുന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്, അപ്പീൽ നിലനിൽക്കുന്നുണ്ട്. ഇതിലാണ് സർക്കാരിന്റെ ഒരു സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ സർക്കാരിനോട് നിലപാട് തേടിയിരുന്നു. ഇപ്പോൾ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഒരു സമവായ ശ്രമത്തിനുള്ള നീക്കം നടക്കുന്നതായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി മുഖ്യമന്ത്രി നേരിട്ട് തന്നെ സഭാ നേതാക്കളുമായി അല്ലെങ്കിൽ നേതൃത്വവുമായി ഒരു ചർച്ച നടത്തും. അതിലൊരു സമവായത്തിലൂടെ പോകാനുള്ള ഒരു ശ്രമം എന്തായാലും ഇരുവർക്കുമിടയിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും ഹൈക്കോടതി അതിനുള്ളൊരു ആ ഒരു നീക്കത്തെ അനുകൂലിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും സുപ്രീം കോടതിയുടെ ഭാഗത്തടക്കം ഇതുമായി ബന്ധപ്പെട്ട വിധി ഉണ്ടെങ്കിൽ പോലും അത് നടപ്പാക്കാൻ കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത് പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോയിരുന്നു. ക്രിയാത്മകമായി തന്നെ ആ ഒരു വിധി നടപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ അത് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഒരു മധ്യസ്ഥ വഹിക്കാനുള്ളൊരു നീക്കം നടക്കുന്നത്. അതാണ് ഇപ്പോൾ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 2 പള്ളികളും അതോടൊപ്പം തന്നെ പാലക്കാട് 3 പള്ളി, കൊല്ലത്തെ 1 പള്ളി, അങ്ങനെ 6 പള്ളികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. ഈ തർക്കത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തും ഒരു നിർണായക നീക്കം നടക്കാനൊരുങ്ങുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഇരുവർക്കുമിടയിൽ ഒരു സമവായത്തിനായി നേരിട്ട് ചർച്ച നടത്താം എന്നതിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തും അത്തരം ഒരു നീക്കം ഉണ്ടായിരുന്നില്ല. പക്ഷേ വിധി വന്നെങ്കിൽ പോലും അത് നടപ്പാക്കാൻ പലപ്പോഴും സർക്കാരിന് കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും അത് വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം എന്തായാലും സർക്കാരിന്റെ ഭാഗത്തും നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യമാണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ധന്യ. Big TV without fear or favor.